വഴിതിരിച്ചു വിടാൻ, ഇല്ലെങ്കിൽ ഇത് ഒരു അനിലിനോടുള്ള ഒരു കപട സ്നേഹം, ഇല്ലെങ്കിൽ ഈ വിഷയം എങ്ങനെ വഴിതിരിച്ചു വിടാം, ഇതിൽ ഏത് തരത്തിലൊക്കെ ന്യായീകരണങ്ങൾ ഇറക്കാം, എങ്ങനെയൊക്കെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനെ വഴിതിരിച്ചു വിടാം എന്നൊക്കെയുള്ള ശ്രമങ്ങൾ ബിജെപിയുടെ ഭാഗത്തു നിന്ന് കൂലങ്കഷമായിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അതിനപ്പുറം കുടുംബമുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പ് കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ കുടുംബത്തിനൊരു സ്റ്റാൻഡ് എടുക്കാവുന്ന സമയം കൂടിയാണിത്. ഏതു തരത്തിൽ ഇത് അന്വേഷിക്കണമെന്ന് കുടുംബം കൂടി ആവശ്യപ്പെടേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ കുടുംബം ഇതിൽ പ്രതികരിക്കുന്നുണ്ടോ, നിയമപരമായി നീങ്ങാൻ ആലോചിക്കുന്നുണ്ടോ? തന്നെ ഇക്കാര്യത്തിൽ ഈ അനിലിന്റെ കുടുംബം എന്ന് പറയുന്നത് അത് പരമ്പരാഗതമായി BJP കുടുംബമാണ്, സംഘപരിവാർ കുടുംബമാണ്. അങ്ങനെ പറയുന്നതായിരിക്കും കൃത്യമാവുക. സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ട ആളാണ് അനിൽകുമാർ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, ഒപ്പം തന്നെ സഹോദരങ്ങൾ, മറ്റ് ബന്ധുക്കളൊക്കെ സംഘപരിവാറുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അനിൽകുമാർ ആണെങ്കിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ സംഘപരിവാർ പ്രവർത്തനം നടത്തി വളർന്നു വന്ന തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട BJPയുടെ മുഖമായി ഒക്കെ മാറിയ ആളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിന്റെ പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് തന്റെ ഭാര്യയെയും മക്കളെയും ക്രൂശിക്കരുത് എന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ അനിൽ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏതൊക്കെ തരത്തിൽ ബാങ്ക് ഇടപാടുകൾ നടന്നു എന്നത് പുറത്തു വരുമ്പോഴാണ് കൃത്യമായി ഇക്കാര്യത്തിൽ BJPയുടെ കൂടുതൽ പങ്കുകൾ ഒക്കെ പുറത്തു വരേണ്ടത്. കൃത്യമായി ആരൊക്കെയാണ് ഈ ലോൺ കൈപ്പറ്റിയിട്ടുള്ളത്, അത് തിരിച്ചടക്കാത്തത് ആരൊക്കെയാണ്, എത്ര തുക ലോണായി ഇവർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തതയാണ് ഇനി വരേണ്ടത്. അത് സ്വാഭാവികമായും ബാങ്ക് രേഖകൾ പരിശോധിക്കുന്നതിലാണ് മനസ്സിലാക്കേണ്ടത്. പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബാങ്ക് ഭരണസമിതി അംഗങ്ങളെ ഉൾപ്പെടെ പോലീസ് വിവരശേഖരണത്തിനായി വിളിക്കുകയും അവരോട് പ്രാഥമികമായി വിവരങ്ങൾ ബിജെപിയുടെ വാദങ്ങൾ പൊളിയുകയാണ്. BJP പോലീസിനെതിരെ പോലും ഉന്നയിച്ച വാദങ്ങൾ പൊളിയുകയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി BJPക്കെതിരെ മാത്രമാണ് അനിൽ എഴുതിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ BJPയുടെ ആരോപണങ്ങളും ഇല്ലാതാക്കുന്ന, ഇല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.